ഇന്നൊരു സംഭവം നടന്നു. വിപ്ലവ സിംഹമേ, അത് അങ്ങയുടെയും സഭയുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ്. മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. നിയമസഭാ മാർച്ച്. ആ മാർച്ച് പോലീസ് നേരിട്ടത് അവര് ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ടാണ്. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. പക്ഷെ വളരെ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായത്, എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ഈ വെള്ളമാണ് ഈ ചീറ്റിയത്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഇത് തീർത്തും കലക്ക വെള്ളമാണ്. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. ഇത് കലക്ക വെള്ളമാണ്. ഏതോ തോട്ടിൽ നിന്നെടുത്ത വെള്ളമായിരിക്കും. നിരുപാരി വെച്ചു കൊടുക്ക്. വെള്ളം ഈ തരത്തിൽ ഉപയോഗിക്കാമോ? അതാണ് പ്രശ്നം. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? ഇന്നലെ ഈ സഭയിൽ കലക്കവെള്ളത്തിന്റെ ഒരു കുപ്പിയുമായി പ്രതിപക്ഷ നേതാവ് വന്നു. തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. മെട്രോ മനോരമയിൽ ഇതാ ചിത്രം സഹിതം ഒരു വാർത്ത വന്നിരിക്കുക. മെട്രോ വാർത്തയിൽ കാര്യം എന്താന്ന് വെച്ചാൽ അമ്മാവൻ തെളിച്ചു പറ. KP ജയചന്ദ്രൻ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ എടുത്തിരിക്കുന്ന ചിത്രമാണ്. റോട്ടിൽ നിന്ന് വെള്ളം, കലക്കവെള്ളം കോരിയെടുത്ത് ഞാൻ കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാണ്, അത് പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഒരിക്കലും കാലാഹരണപ്പെട്ടതല്ല. അത് കൊണ്ടു നടക്കാനും നടപ്പാക്കാനും ഉള്ളവരാരും ഇപ്പൊ ഇല്ല. അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ. ചൈനയിലും ക്യൂബയിലും കൊറിയയിലും വിയറ്റ്നാമിലും ഉള്ളത് അത് അവരൊരു പരുവത്തിൽ കൊണ്ട് നടക്കുന്നു. ബാക്കിയെല്ലാം ഇവിടെ ആരാളുള്ളത്? ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? ആരുമില്ല. ഈ പറയുന്നതൊന്നും കമ്മ്യൂണിസ്റ്റേ അല്ല. അല്ലെങ്കിൽ നമ്മുടെ തന്നെ ബഡ്ജറ്റാണ്. അതിനെക്കുറിച്ച് ഇനിയും ഞാൻ ഒരുപാട് ഇവിടെ നിന്ന് പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വേണമെങ്കിൽ ഇന്ന് ഈ ബഡ്ജറ്റ് ലോകമെങ്ങും വിളങ്ങിയിടാൻ ധനകാര്യമന്ത്രി തന്നെ എന്ന് പറയുന്ന ഒരു പാട്ടിനൊക്കെ സ്കോപ്പുണ്ട്. പക്ഷെ ഒരു ഗുണ്ട തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കണം.